ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു യൂണിഫോം കോളർ വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹാഫ് കോളറാണേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം. 8 ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ആം ഹോളും 8 ഇഞ്ച് എടുക്കാം. കണ്ടില്ലേ, 8 ഇഞ്ച് എടുത്തു. അതേപോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതായത് നമ്മളവിടെ നെക്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 1/2 ഇഞ്ച് ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ അകലം എത്രയാണെന്ന് നോക്കാം. 3 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് നെക്കിന് ഒരു 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. കണ്ടില്ലേ, 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. അതൊരു 5.25 അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ 5.25 അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഇറക്കം 5.25 അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം താഴെയും നമ്മൾ നെക്കിൻ്റെ അകലം 3 ഇഞ്ച് തന്നെ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാറ്റി അടയാളപ്പെടുത്തി. കാരണം അവിടെ നിന്നാണ് നമ്മൾ സ്ക്വയർ പോലെ വരച്ച് മുകളിലോട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഷേപ്പിൻ്റെ ലെങ്ത് ഇതേപോലെ ടേപ്പ് ഏറ്റവും മുകളിലായിട്ട് വെച്ചതിന് ശേഷം അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് വെച്ച് നോക്കാം എത്രയാണ് കിട്ടിയെന്ന്. ഇവിടെ 14 കിട്ടിയിട്ടുണ്ട്. അപ്പം 13.5 ഇഞ്ചാണ് വേണ്ടത്. 13.5യുടെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് പോകുമല്ലോ. അപ്പോൾ ആ തയ്യൽ തുമ്പൂടെ കൂട്ടിയാണ് 14 എടുത്തേക്കുന്നത്. അതിൻ്റെ വീതി വന്നേക്കുന്നത് 8.25 വന്നിട്ടുണ്ട്. 8.5 വന്നിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്തും വിട്ടും നോക്കാം. സ്ലിറ്റിൻ്റെ ലെങ്ത് കാണാൻ ഇതേപോലെ തന്നെ ടേപ്പ് ഏറ്റവും മുകളിലായിട്ട് വെച്ചതിന് ശേഷം താഴേക്ക് ഇതേപോലെ അടയാളപ്പെടുത്താം. അപ്പോഴത്തേന് അതിൽ നമുക്ക് ഒരു 20 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 19.5 വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 20 വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 20 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിട്ട്, സ്ലിറ്റിൻ്റെ ഭാഗത്തിൻ്റെ വിട്ട് എത്രയാണെന്ന് നോക്കാം. അത് ഇതേപോലെ വെച്ച് നോക്കാം. 9.25 അവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 9.25 വന്നിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ എത്ര തയ്യൽ തുമ്പാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ആ ചെസ്റ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയെടുത്തും 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ ഷേപ്പ് ലെങ്തിൻ്റെ അവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതിൻ്റെ വണ്ണം നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തേക്കുന്നത് 9.25. അത് ഞാൻ പറഞ്ഞിരുന്നില്ല. 9.25 ചെസ്റ്റിൻ്റെ വണ്ണം. ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണിക്കുന്ന രീതിയില്ലേ, ആ വരച്ചിരിക്കുന്ന അതേ രീതിയിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ആം ഹോൾ ഇതേപോലെ. ആദ്യം ഞാൻ 7.5 ഇഞ്ചാണ് ആം ഹോൾ അടയാളപ്പെടുത്തിയിരുന്നത്. അതാണ് ആ തയ്യൽ അവിടെ കിടക്കുന്നത്. തയ്യലല്ല, വരച്ചിരിക്കുന്നത് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയേക്കുന്ന കണ്ടില്ലേ, അതങ്ങ് അടിച്ച് മാറ്റാം. അതിനുശേഷം ബാക്ക് പാർട്ട് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം കറക്റ്റ് രണ്ടായിട്ട് മടക്കി ഇടാം. കണ്ടില്ലേ, ബാക്ക് പാർട്ട് ഇതേപോലെ നമ്മൾ ആ കഴുത്ത് 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയത് ആ ഭാഗം ഇത് നമ്മളെടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമുക്ക് ആ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ആ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. സ്ക്വയർ നെക്കാണേ. ഇനി ഇത് കറക്റ്റ് 2 ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം ഒരു പീസ് ഇതേപോലെ തന്നെ അളവിന് ഒരു പീസ് തുണി കൂടെ കട്ട് ചെയ്തെടുക്കണം. എടുത്തിട്ട് ഇതിൽ വെച്ച് അടിച്ച് മറിച്ച് അകത്തേക്ക് മറിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പീസ് കൂടെ എടുക്കാം.
നെക്കിൻ്റെ അളവിൻ്റെ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു പീസ് എടുക്കണം. വെച്ച് നോക്കിയതിന് ശേഷം അങ്ങനെ ഞാൻ ഒരു പീസ് എടുത്തിട്ടിരിക്കുന്നു. അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടാം. അതിൻ്റെയൊക്കെ ഫോൾഡ് വശം, അതായത് മുറിയാത്ത ആ ഭാഗം നമ്മളുടെ നേരെ വേണം, നമ്മുടെ സൈഡിലേക്ക് വേണം വരാൻ. ഓപ്പൺ ഭാഗം മറു സൈഡിലേക്ക് വേണം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫ്രണ്ട് നെക്ക്, ആ ഭാഗം എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഫോൾഡ് വശവും ഒരേപോലെ വരണം. അത് കറക്റ്റ് ലെവലാക്കി വെക്കണം. ഓപ്പൺ ഭാഗം ഇതേപോലെ മറു സൈഡാണ് വരേണ്ടത്. കണ്ടില്ലേ? അതേപോലെ തന്നെ തുണി നമുക്ക് അകത്തൂടെ മറിക്കാനുള്ള ആ തുണിയുടെ ഓപ്പൺ ഭാഗവും മറു സൈഡിലേക്കാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇത് കറക്റ്റ് അളവിന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമുക്കത് അതേ അളവിൽ തന്നെ വരച്ചെടുക്കാം. എല്ലാം കറക്റ്റ് ഒരേ അളവിൽ തന്നെ നീറ്റായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോഴും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടില്ലേ? ഇതേ രീതിയിൽ തന്നെ അളവ് വരച്ചു കൊടുക്കാം. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതേ രീതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് നിവർത്തിയിടുക. നല്ല വശവും ചേർത്ത് വേണം വയ്ക്കാൻ. അതായത് നമുക്കിത് അതിൻ്റെ മേൽക്കൂടെ തയ്ച്ചതിന് ശേഷം അടിച്ചും അകത്തോട്ട് മറിക്കാനുള്ളതാണ്. അടുക്ക് വശത്തോട്ടാണ് മറിക്കേണ്ടത്. ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലൊരു പിന്ന് കുത്തി കൊടുക്കാം. പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ രീതിയിൽ തന്നെ തയ്ക്കാം. അപ്പോഴത്തേന് നമ്മുടെ നല്ല വശത്തേക്കാണ് ഈ തുണിയും വയ്ക്കേണ്ടത്. തുണിയുടെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതേപോലെ വീഡിയോ കാണിക്കുന്ന പോലെ തയ്ച്ചെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെല്ലാം ഓരോ കട്ട് വീതം കൊടുക്കാം. അത് കട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ആ തയ്ച്ചേക്കുന്ന തയ്യലിലൊന്നും കൊള്ളരുത്, എങ്കിൽ അത് മുറിഞ്ഞു പോവും. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ ചുറ്റിനും നമുക്ക് കട്ട് കൊടുത്ത് വരാം. അതിനുശേഷം ഇത് നമുക്ക് അകത്തേക്ക് മറിച്ചിടാൻ വേണ്ടി നിവർത്തി തയ്യൽ തുമ്പ് വെളിയിലാക്കിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതായത് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ മേൽക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. കണ്ടില്ലേ? ഇതേ രീതിയിൽ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ആ അകത്തുള്ള തയ്യൽ തുമ്പ് ഇങ്ങനെ വെളിയിലോട്ട് വേണം, ആ തുണി ഇരിക്കുന്ന പോലെ തന്നെ വെളിയിലോട്ട് വേണം ഇരിക്കാൻ. ഇനി അതിൻ്റെ മേളിൽ കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതേ രീതിയിലൊരു സ്റ്റിച്ച് കൊടുക്കാം. സ്ക്വയർ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത ഭാഗം തുടങ്ങാൻ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ അതിൻ്റെ അരികിലൂടെ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കണം, ഒരു തയ്യലൂടെ കൊടുക്കണം. ഇങ്ങനെ മടക്കി അകത്തോട്ട് വെച്ചതിന് ശേഷം നല്ലതായിട്ട് തേക്കാമെങ്കിൽ നല്ലതായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതേ രീതിയിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് അടിഭാഗത്തുനിന്ന് ആ തയ്യൽത്തുമ്പുണ്ടല്ലോ അകത്തേക്ക് നമ്മൾ മറിച്ച ആ ഭാഗം, അതിൽ നിന്ന് കറക്റ്റായിട്ട് അത് ലെവലല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് വലിച്ച്, ഇപ്പോൾ വീഡിയോ കാണിക്കുന്നില്ല ആ രീതിയിൽ തന്നെ അകത്തോട്ട് വലിച്ച് സ്ക്വയർ കറക്റ്റാക്കി വെക്കണം. വെച്ചതിന് ശേഷം മേളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന്
ആ കോൺ ഭാഗത്ത് വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തുക. നിർത്തിയിട്ട് വേണം ക്ലോത്ത് എടുത്ത് കണ്ടില്ലേ വീഡിയോ കാണുന്ന രീതിയിൽ ക്ലോത്ത് ഒന്നുകൂടെ ചരിച്ചിട്ടതിന് ശേഷം അടുത്ത സ്റ്റിച്ച് ചെയ്യുക. അവിടെ വന്ന് ഇതേപോലെ ആ കോൺ ഭാഗത്ത് വന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഇതേപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഒന്നിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. നല്ല വശവും കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിൽ കൂടെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗങ്ങൾ ഇതേപോലെ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് കോളറിൻ്റെ ഇറക്കം എത്ര വേണമെന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് ശേഷം ഇതേപോലെ നമ്മൾ നടുവ് മടക്കി കറക്റ്റായിട്ട് നമ്മൾ ആ കഴുത്ത് സ്ക്വയറൊക്കെ തയ്ച്ചല്ലോ അവിടം വരെയും ഇതേപോലെ നടുവ് മടക്കി ബാക്ക് നെക്കും അതെ ഫ്രണ്ട് നെക്കും അതെ ഒരേപോലെ പിടിച്ച് നടുവ് മടക്കി വയ്ക്കാം. കണ്ടില്ലേ ഇതേ രീതിയിൽ അതാണ് സ്ക്വയറിൻ്റെ ആ ഭാഗം അതേപോലെ വന്നു. ഷോൾഡറെല്ലാം ഒരേപോലെ വന്നു. ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ആ ഭാഗങ്ങൾ ബാക്ക് നെക്കിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മൾ ആ ബാക്ക് നെക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് താഴോട്ട് എത്ര വേണമെന്നുള്ളത്, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ അവിടത്തേക്ക് കോളറിൻ്റെ ലെങ്ത് എത്ര, ഹാഫ് കോളറാണല്ലോ, അപ്പോൾ അവിടെ വരെ എത്ര വേണമെന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിൽ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 ആണെങ്കിൽ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 2.5 ഇഞ്ച് അത് തന്നെ മറു സൈഡിലും അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇതൊന്നുകൂടെ നമുക്ക് അതേപോലെ തന്നെ ആ മധ്യത്ത് പിടിച്ചുകൊണ്ട് ബാക്ക് നെക്കിൻ്റെ മധ്യഭാഗത്ത് പിടിച്ചുകൊണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ മധ്യഭാഗം എടുത്ത് കറക്റ്റാക്കി ഇടുക. ഒരേ ലെവലിലാക്കി ഇടുക. ബാക്ക് നെക്കിൻ്റെ മധ്യഭാഗത്തിൽ പിടിച്ചുകൊണ്ട് ഷോൾഡർ ജോയിൻറ്റ് വരുന്നിടം എല്ലാം നേരെയാക്കി ആ ഫ്രണ്ട് നെക്കിൻ്റെ അവിടം കറക്റ്റ് ലെവലാക്കി മധ്യഭാഗമാക്കി വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ലെവലാക്കി ഇടുക. ഇട്ടിട്ട് കണ്ടില്ലേ ആ ബാക്ക് നെക്കിൻ്റെ അവിടം തൊട്ട് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ റൗണ്ട് ചുറ്റി നമ്മൾ ഫ്രണ്ടിൽ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗം വരെയും എടുത്ത് നോക്കുക. എത്രയുണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന അളവെന്ന് നോക്കണം. അത്രയാണ് നമുക്ക് കോളറിന് വേണ്ടി കട്ട് ചെയ്യാനുള്ളത്. കണ്ടല്ലോ ഇതൊരു 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മടക്കി ഇടുമ്പോഴാണ് 6 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 12 ഇഞ്ചാണ് ടോട്ടൽ നിവർത്തി ഇടുമ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ തുണി മടക്കിയിട്ടാണ് ക്യാൻവാസ് മടക്കിയിട്ടാണ് കട്ട് ചെയ്യുമ്പം നമ്മൾ 6 ഇഞ്ച് എടുക്കുന്നു. നിവർന്ന് വരുമ്പോൾ അത് 12 ഇഞ്ച് വരും. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും മധ്യഭാഗം ഒരേ രീതിയിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ ഒരു ക്യാൻവാസ് എടുത്തു. എന്നിട്ട് ലെവലാക്കി ഒന്ന് വരച്ച് കൊടുക്കാം. താഴ്ഭാഗത്ത് ലെവലാക്കി ഒന്ന് വരച്ച് കൊടുത്തു. ഇത് മടക്കിയിട്ടേക്കുകയാണ്. ആ ഫോൾഡ് വശം, അതായത് മുറിയാത്ത വശം നമ്മളുടെ ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. ഓപ്പൺ മറു സൈഡിലേക്കാണ് വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 6 ഇഞ്ച് നമുക്ക് അളവ് 6 ഇഞ്ചാണല്ലോ അതിൻ്റെ ലെങ്ത് കിട്ടിയത്, അത് അടയാളപ്പെടുത്തി കൊടുക്കാം. 6 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് വരച്ച് കൊടുക്കാം കറക്റ്റായിട്ട്. ഇനി 1 ഇഞ്ച് വീതിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ചുറ്റിന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ ഫോൾഡ് ഭാഗം വരെയും നമുക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം.
ഉണ്ടല്ല, അത് അവിടുന്ന് അങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. വരച്ചേക്കുന്ന ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ആ തുമ്പത്തൊരു കർവ് പോലെ, ഒരു ചെറിയൊരു കർവ് പോലെ, കോളറിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ, അത്രയേ ഉള്ളൂ ഈ കോളർ നെക്കിൻ്റെ വരപ്പ് വരുന്നത്. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ കൊടുക്കുക. നമ്മുടെ ഇറക്കം ആദ്യത്തെ ആ വര കണ്ടില്ല, നമ്മൾ ലെവലാക്കി കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ലെങ്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി, പിന്നെ 1 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി, അതിനുശേഷം ഒരു കർവ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനെങ്കിൽ കോളർ നെക്ക് വേറെ ഇടാം. നിങ്ങൾക്കിതിലും മിഷ്യൻ്റെ കളറ് വെളുപ്പ്, തുണിയുടെ കളറ് വെളുപ്പ് എല്ലാം കൂടെ ആയപ്പോൾ കാണാൻ പ്രയാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറെ ഇതിൽ നല്ല രീതിയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഹാഫ് കോളറിൻ്റെത്. ഇത് ആദ്യം എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നിവർത്തിയിടുമ്പോൾ ഇത് 12 ഇഞ്ചുണ്ട്. അത് നമുക്കിനി ഒരു തുണി 2ആയിട്ട് മടക്കി ഇട്ടേക്കുകയാണ്. കണ്ടോ, നമുക്ക് കോളർ തയ്ക്കാനുള്ള നല്ല തുണിയാണ്. അതെടുത്ത് 2ആയിട്ട് മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷമാണ് അതിലേക്ക് നമുക്ക് ഈ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കി കൊടുക്കുമ്പോൾ എന്നിട്ട് ക്യാൻവാസിൻ്റെ ചുറ്റിനും, ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അടിഭാഗമല്ല, ആ മുകളിലുള്ള നമ്മൾ ആ കർവ് പോലെ വരച്ചില്ല, അവിടെ നിന്ന് ചുറ്റിനുമാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. ക്യാൻവാസ് ക്ലോത്തിൽ അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ആ തിളക്കമുള്ള വശം അടിയിലേക്കാക്കി വെച്ചതിന് ശേഷമാണ് അയൺ ചെയ്യേണ്ടത്. 2 പീസ് മുറിച്ചിട്ടാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ കറക്റ്റായിട്ട് 2 പീസ് എടുത്തു. ഇനി കണ്ട വീഡിയോ കാണിക്കുന്ന അതേപോലെ ആ കർവ് ഭാഗത്തുനിന്ന് ഇതേപോലെ തുടങ്ങി മറുഭാഗത്ത് ആ കർവിൻ്റെ അവിടെ വരെ ഒന്ന് വന്ന് കെട്ടിട്ട് നിർത്തുക. ഇത് വെള്ളയായതുകൊണ്ട് കാണാൻ പാടാണ്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ അടിഭാഗം സ്ട്രെയിറ്റ് ഭാഗമാണ്, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അല്ലാതുള്ള 3 വശങ്ങളുമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ കർവ് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഇതേ രീതിയിൽ കെട്ടിടണം. കെട്ടിയിട്ടിട്ട് അതുപോലെ ക്യാൻവാസിൽ കയറരുത്. ക്യാൻവാസിൻ്റെ അരികത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് കറക്റ്റ് ക്യാൻവാസിലാണ് അല്ല എന്നുള്ള രീതിയിൽ അതേ കൂടെ കറക്റ്റ് ഇതിലൂടെ വരാം. ക്യാൻവാസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ക്യാൻവാസിൽ കയറരുത്. അതുപോലെ ഒരുപാട് താഴോട്ട് അകന്നും പോകരുത്. അതിൻ്റെ ആ ഓരത്തൂടെ അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ. അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് അങ്ങനെ വരുന്നത്. ആദ്യമായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം അവിടെ നിന്ന് പതിയെ ഒരു കർവ് ഉണ്ടല്ലോ, ആ കർവ് ഇങ്ങനെ അതേ രീതിയിൽ തന്നെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെ ആ താഴ്ഭാഗം വരെ വന്ന് ഇട്ടിട്ട് നിർത്തുക. ഒരുപാട് താഴോട്ടാവണ്ട. ഇനി അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗമെല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, ഇതേപോലെ തയ്ച്ചിരിക്കുകയാണ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ട, ആ കർവ് വന്ന ആ ഭാഗത്തേ കൂടെയാണ് തയ്ച്ചിരിക്കുന്നത്. അടിഭാഗത്ത് ആ സ്ട്രെയിറ്റ് ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചിട്ട് തയ്ക്കാനുള്ളത്. ഇനി നമുക്ക് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ ആ തുണികളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ചുറ്റും അതുപോലെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് വരാം. നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരുപാട് അധികം കിടക്കണതൊക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇത് നമുക്ക് തിരിച്ചിടണം. നമുക്കിതിനൊരു ചെറിയ കട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കി ഇടാനുള്ളത് കറക്റ്റായിട്ട് തിരിച്ചിടാനുള്ളത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളത് തിരിച്ചിടുമ്പോഴത്തേനും എല്ലാം നല്ല അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ചുളിവുകളൊന്നുമില്ലാതെ അതിൻ്റെ ആ അളവ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെറിയ കട്ട് കൊടുക്കുമ്പോൾ കിട്ടും. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യലുണ്ടല്ലോ, ആ തയ്യൽ കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ ഇത് പിരിന്നു പോകും, അഴിഞ്ഞെല്ലാം പോകും. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് തിരിച്ചിടാം. ഇപ്പോൾ ആ ഭാഗത്ത് കണ്ട് ഒരു ശകലം തയ്യലൂടെ വരേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെയും കൂടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിടാനൊക്കെ നോക്കുമ്പോൾ അത് ക്ലിയറാക്കി അങ്ങ് കൊടുക്കാം. എനിക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് ഇടാൻ നേരം നിങ്ങൾക്ക് അഥവാ ആ കൂർത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് മടക്കുമ്പോഴത്തേനും അതേ രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ കത്രികയുടെ ഇത് വെച്ച് ഒന്ന് പതിയെ ഉള്ളിലോട്ടാക്കി മറിച്ച് കറക്റ്റാക്കി കൊടുക്കുക, ലെവലാക്കി കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തേച്ചെടുക്കുമെങ്കിൽ കറക്റ്റ് ലെവലായിട്ട് അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തോ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ടുള്ള തയ്യൽ തുമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതി. ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഒരു സ്കെയിൽ വെച്ച് കറക്റ്റാക്കി ലെവലാക്കിയിട്ടങ്ങ് നമുക്കവിടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ കർവ് കൊടുത്തിരിക്കുന്ന ആ ഭാഗം തൊട്ട്, അതായത് അടിഭാഗത്തല്ലാതെ ആ മുകൾ ഭാഗം ഞാൻ കാണിച്ചിരിക്കുന്നില്ലേ, ആ വശം തൊട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് വരേണ്ടത്. ഈ തയ്യൽ തുമ്പ് ഇതിനകത്തേക്ക് പോകും. നമ്മൾ നല്ല ഭാഗം ഉടുപ്പിൻ്റെ നല്ല പാർട്ടിൽ വെച്ച് തയ്ക്കുമ്പോഴത്തേനും ആദ്യം നമുക്ക് അതിൻ്റെ ആ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിഭാഗം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ തയ്ക്കുന്നില്ല, അല്ലാത്തുള്ള ആ 3 വശത്തൂടെയാണ് തയ്ച്ച് വരുന്നത്. നമ്മളൊരു ഷേപ്പ് കൊടുത്തല്ലോ, ആ ഷേപ്പ് കൊടുത്ത് ആ ഭാഗത്തു നിന്ന് തുടങ്ങി മേളിൽ കൂടെ വന്ന് ഇപ്പുറത്ത് ഷേപ്പ് കൊടുത്ത് ആ ഭാഗത്ത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് എടുക്കുക. അല്ലെങ്കിൽ അഴിഞ്ഞു പോകും, കെട്ടിട്ട് വേണം എടുക്കാൻ, സ്റ്റിച്ച് ചെയ്യാൻ.
കണ്ടില്ലേ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടിത്. അതിനുശേഷം നമുക്ക് ആ ഭാഗം മുമ്പേ ഉള്ളിലോട്ട് നമ്മൾ കയറ്റി വെച്ചില്ല, അതേപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് ടേപ്പും കൊണ്ട് കറക്റ്റ് 1/2 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം. എന്നെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് വരികയുള്ളൂ. ഒരുപാട് തയ്യൽ തുമ്പ് കിടന്നാൽ ശരിയാവാതെ വരും. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒന്ന് കൈകൊണ്ട് കറക്റ്റ് അമക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല നോർമലായിട്ട് അതിലിരിക്കും. കണ്ടില്ലേ, അതേപോലെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ടേപ്പും കൊണ്ട് കറക്റ്റ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ആ ഒരു പീസ് ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒട്ടിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അത് അകത്തോട്ടാക്കി തുമ്പ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടുത്തെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വിട്ട് കിടക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം കൊടുത്തിട്ട് ബാക്കി വെട്ടിക്കളയുന്നത്. നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ആ പീസിലാണ് ബാലൻസ് ഉള്ള തുണി അകത്തേക്ക് വയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ നല്ല പാട്ടിലേക്ക് വെച്ച് അഴകത്തൊട്ടും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കണം. മടക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മുടെ നല്ല തുണിയുടെ നെക്കും ഇതേപോലെ കറക്റ്റ് നടുഭാഗം അടയാളപ്പെടുത്തി ആ ഭാഗത്ത് വെച്ച് തയ്ച്ച് മറിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലെ നമ്മളിങ്ങനെ അകത്തേക്ക് മടക്കി കൊടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഒരു പിന്ന് കൊണ്ട് പതിയെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അന്നേരത്തേന് അതിൻ്റെ പുറകു ഭാഗത്തേക്ക് എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അത് കറക്റ്റ് ലെവൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ലൈൻ അവിടെ വരും. അതങ്ങ് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ടാണ് ഇതേപോലെ നടുമടക്കി അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു ചോക്കെടുത്ത് നമുക്ക് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷമാണ് തുണിയിൽ വെച്ച് തയ്ക്കേണ്ടത്. പിന്നുകൊണ്ട് കുത്തി കൊടുക്കുന്ന ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ മടക്കി വെച്ചിരിക്കുന്ന അതേ ആ ലെവലിൽ കറക്റ്റ് ലെവലിൽ വെച്ച് വേണം പിന്നെ കുത്തി വെളിയിലോട്ട് കൊടുക്കാൻ. എന്നിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ച് തയ്ക്കേണ്ട തയ്യൽ തുമ്പ് എത്ര വേണമെന്നുള്ളത് അതിലറിയാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പം ബാക്ക് കഴുത്തിൻ്റെ മധ്യഭാഗമാണ്. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നല്ലോ, ആ ഭാഗമാണ് ബാക്ക് നെക്കിൻ്റെ മധ്യഭാഗം. ആ ഭാഗത്തേക്ക് ഉണ്ടോ, ഇതിപ്പം നല്ല പീസിലായിരുന്നു വെച്ചിരുന്നത്. നല്ല പീസ് ഭാഗത്തല്ല വെക്കേണ്ടത്. അഴുക്ക വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ടാണ് തിരിച്ച് ഇടേണ്ടത്. അഴുക്ക വശത്ത് വെക്കുക. വെച്ചതിന് ശേഷമാണ് നല്ല വശത്തേക്ക് തിരിച്ചിടേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ 2 ഭാഗത്തിൻ്റെയും മധ്യഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. അപ്പം നമ്മൾ ഈ 1/2 ഇഞ്ച് വിട്ട് എടുത്തുള്ള ആ ഭാഗമാണ് ഈ തയ്ക്കുന്നത്, അല്ലാതെ ക്യാൻവാസ് ഒട്ടിച്ചിടവല്ല. ഈ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടില്ലേ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തല്ലോ, ആ ഭാഗം ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം. എന്നിട്ട് അതിങ്ങനെ ചുറ്റിനും ഇപ്പോൾ കാണിച്ച രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നടുക്കുന്നാണ് തുടങ്ങുന്നത്. നടുക്കുന്ന് ആദ്യം ഒരു സൈഡിലേക്ക് വരിക. അതിനുശേഷം
നടുക്ക് നിന്ന് പിന്നെ മറു സൈഡിലേക്കും തിരിച്ചും അതിൻ്റെ ആ ക്യാൻവാസ് എവിടെ വരെ ഉണ്ടോ ആ ഭാഗം വരെയും ചേർത്ത് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ആ അളവ് ഒരു സൂചിയും കൊണ്ട് കുത്തി മറു സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നില്ലേ, ആ അളവ് കറക്റ്റ് നോക്കി അതേ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് അളവിന് തന്നെ അത് കിട്ടും. അപ്പം ഇങ്ങനെ തന്നെ അത് ചുറ്റും തയ്ച്ചെടുക്കണം. അവിടെ വരെ തയ്ച്ച് അത് കെട്ടിട്ട് മാറിയതിന് ശേഷം മധ്യഭാഗത്തു നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഭാഗവും കൂടെ നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കറക്റ്റ് ലെവലാക്കിയൊക്കെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ ഭാഗവും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല വശത്തോട്ട് തിരിച്ചിടണം. ഇതേപോലെ നമുക്ക് നല്ല വശത്തോട്ട് ഇങ്ങനെ തിരിച്ച് കറക്റ്റ് ലെവലാക്കി എടുത്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായി കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പം വെളിയിലോട്ട് കിടക്കുന്ന തയ്യൽ തുമ്പുകളും നൂലും എല്ലാം ഉള്ളിലാക്കി കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ നല്ല വശത്തോട്ട് കണ്ട ഇതേ രീതിയിൽ വെച്ച് അതിൻ്റെ ആ ഓരത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കറക്റ്റാക്കി വെക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് എല്ലാം കറക്റ്റാക്കി ഉള്ളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നല്ല വശത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റ് രണ്ട് ഭാഗവും ഒരുപോലെയാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. എല്ലാം നമ്മൾ ഉള്ളിലോട്ടാക്കിയൊക്കെ വെച്ചിട്ട് തേച്ചിട്ടൊക്കെയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിലും കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് വേണം കോളർ തയ്ച്ചെടുക്കാൻ. കോളർ തയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് തയ്ച്ചില്ലെങ്കിൽ അത് ഒരുമാതിരി വൃത്തികേടായിട്ടൊക്കെ ഇരിക്കും.
കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ തേച്ച് എടുക്കണം. അയൺ ചെയ്തെടുക്കുമ്പോഴാണ് അതിൽ ഒത്തിരി കൂടെ ഭംഗിയാവുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവൊക്കെ വെക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോളറിൻ്റെ ഭാഗങ്ങൾ ഇത്രയാണ് വരുന്നത്. കണ്ടില്ലേ, അതിൽ നമുക്ക് ഇത്തിരി ഒരു മടങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്ന എല്ലാം കറക്റ്റ് ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കും. അയൺ ചെയ്തിടുമ്പോൾ ഇത് കറക്റ്റ് ഇല്ല. ഓക്കെ, താങ്ക് യു.